the pricing power. Law number 3. മൂന്നാമത്തെ നിയമം. The law of supply and demand. The law of supply and demand. ഒരു നിമിഷം ഒന്ന് ആലോചിക്കാം. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ഫോൺ എടുക്കുന്നു. നിങ്ങളുടെ വാട്സപ്പിൽ 23 എൻക്വയറി കിടപ്പുണ്ട്. നിങ്ങൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി വന്നതാണ് ഈ 23 എൻക്വയറി. നിങ്ങൾ രാത്രി ഫോൺ മാറ്റി വെച്ചതിന് ശേഷം അപ്പം എടുത്ത് നോക്കുമ്പോൾ അവർ പറയാണ്, ഓക്കെ, വി വാണ്ട് ടു വർക്ക് വിത്ത് യു. എനിക്ക് നിങ്ങളുമായിട്ട് വർക്ക് ചെയ്യണം, എനിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു, എനിക്ക് നിങ്ങളുടെ അതിനെക്കുറിച്ച് അറിയണം, എനിക്കത് വേണമായിരുന്നു. അടുത്തൊരു മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ ഇന്ന ആള് പറഞ്ഞിട്ട് ഞാൻ കണക്ട് ചെയ്യാണ്, പുള്ളിക്ക് കൊടുത്ത പോലെ ഒരു സാധനം എനിക്കും വേണമായിരുന്നു. മറ്റൊരു മെസ്സേജ് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഒരു കസ്റ്റമറാണ്. ആ കസ്റ്റമർ അയച്ചിരിക്കുകയാണ്, ദാണ്ടെ ഈ നമ്പറിൽ നിന്ന് ഇന്ന ആള് വിളിക്കും കേട്ടോ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വിളിക്കും, അവർക്കും ഈ ആവശ്യമുണ്ട് കേട്ടോ എന്ന് പറയും. അങ്ങനെ ഒരു സിറ്റുവേഷൻ. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നമ്മൾ ഫോൺ എടുക്കുന്നു, ആദ്യത്തെ ആളിനെ വിളിക്കുന്നു. ഈ 23 പേരിൽ ആദ്യത്തെ ആളിനെ വിളിക്കുന്നു. ആദ്യത്തെ ആളിനെ വിളിക്കുമ്പോൾ അയാൾ പറയാണ്, കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പറയാണ്, ഓ, യുവർ പ്രൈസ് ഈസ് ടു ഹൈ, ക്യാൻ യു ഡു ഇറ്റ് ഫോർ ലെസ്? നിങ്ങളുടെ വില ഇത്തിരി കൂടുതലാണ്, ഒന്ന് വില കുറച്ച് ചെയ്യാൻ പറ്റുമോ? മൈ ക്വസ്റ്റ്യൻ ഈസ്, ഡു യു പാനിക്? നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമോ? നമ്മൾ വില കുറയ്ക്കുമോ? നമ്മൾ പാനിക് ആവുമോ? നോ. വൈ? Because you have 22 other conversations waiting. ഇനി 22 പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയാണ് നമ്മളുടെ കോൾ എടുക്കാൻ വേണ്ടി, അല്ലെ നമ്മളൊന്ന് വിളിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇത് വേണം എന്ന് നമുക്ക് നിർബന്ധമില്ല. സോ when you have demand, price resistance is not a threat, it is a filter. I repeat, when you are in demand, price resistance is not a threat. അതൊരു ഭീഷണിയല്ല, അതൊരു ഫിൽറ്റർ ആണ്. ഓക്കെ സാർ വേറെ എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ കേട്ടോ. സോ when you have demand, price resistance is not a threat. Now the question is, how can we make every Monday morning like this? എല്ലാ തിങ്കളാഴ്ച രാവിലെയും ഇതുപോലെ നമുക്ക് ആ ആഴ്ചയിൽ അല്ലെങ്കിൽ അന്ന് വിളിക്കാനായിട്ട് 23 പേര് വെയിറ്റിംഗിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എങ്ങനെ എത്തിക്കാം? അതാണ് ലോ നമ്പർ 3 നമുക്ക് തരുന്നത്, ദ ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സോ എപ്പോഴാണ് ഈ പ്രൈസ് റെസിസ്റ്റൻസിന് പവർ ഉണ്ടാവുന്നത്? നമ്മുടെ അടുത്ത് ഒരാൾ നെഗോഷിയേറ്റ് ചെയ്യുന്നു, ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് പവർ ഉണ്ടാകുന്നത് എപ്പോഴാണ്? വെൻ യു നീഡ് ദ സെയിൽ. ആ കച്ചവടം നടക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് എങ്കിൽ പ്രൈസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ പ്രൈസ് റെസിസ്റ്റൻസിന് പവർ കിട്ടും. ഇല്ലെങ്കിൽ അതൊരായുധമാണ് ഇവനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ, നമ്മുടെ സമയം മെനക്കെടുത്തിക്കാതിരിക്കാൻ വെക്ക് 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 എന്ന് പറയാം. So whenever you have more demand than supply, resistance becomes irrelevant. ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവും എപ്പോ വരുന്നോ അപ്പോ പ്രൈസ് റെസിസ്റ്റൻസ് ഇറെലവന്റ് ആയി മാറും. അഫോർഡ് ചെയ്യാൻ പറ്റാത്തവന്മാരെ മാറ്റിയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആ സ്പേസ് കൊടുക്കാൻ നമുക്ക് പറ്റും. വെൻ യു ഹാവ് മോർ ഡിമാൻഡ് ആൻഡ് ലെസ് സപ്ലൈ. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരോട് കയറി നിൽക്കാനും അല്ലാത്തവനോട് സർ പ്ലീസ് ഇറങ്ങിക്കോളൂ എന്ന് പറയാനും നമുക്ക് സാധിക്കും. ദിസ് ഈസ് നോട്ട് അറഗൻസ്. ദിസ് ഈസ് ദ കറക്റ്റ് ഫങ്ഷനിങ് ഓഫ് എ പ്രീമിയം ബിസിനസ്.
അഫോർഡ് ചെയ്യാൻ പറ്റാത്തവനോട് ഇറങ്ങിക്കോളൂ സാർ എന്നും, അഫോർഡ് ചെയ്യാൻ പറ്റുന്നവന്റെ അടുത്ത് എത്ര രൂപ വേണ്ട സാറേ എന്ന് ചോദിക്കുന്നതും ഇറ്റ്സ് നോട്ട് അറഗൻസ്. ഇറ്റ് ഈസ് ദ കറക്റ്റ് ഫങ്ഷനിങ് ഓഫ് എ പ്രീമിയം ബിസിനസ് മോഡൽ. സോ ലോ നമ്പർ 3, ദ ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. നമ്മൾ എന്ത് ചാർജ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുകയല്ല നമ്മുടെ പ്രൈസ്. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൗ മെനി പീപ്പിൾ വാണ്ട് വാട്ട് യു ഡു ആൻഡ് ഹൗ മെനി യു ആർ വില്ലിംഗ് ടു സെർവ്. എത്ര പേർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റോ സർവീസോ വേണം എന്നുള്ളതും നമ്മൾക്കത് എത്ര പേർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതും ഇത് തമ്മിലാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോൾ ദർ ഈസ് മോർ ഡിമാൻഡ് ദാൻ സപ്ലൈ, അവിടെ ഒരു പ്രൈസിങ് പവർ നമുക്ക് കിട്ടും. സെർവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നു. പ്രൈസിങ് പവർ. എപ്പോൾ സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവും വരുന്നോ അവിടെ പ്രൈസ് പ്രഷർ ഉണ്ടാവും. സോ 2 വാക്കാണ്, ഒന്ന് പ്രൈസിങ് പവർ, 2 പ്രൈസ് പ്രഷർ. ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറച്ച് നിർത്തുകയും ചെയ്യുന്ന സമയത്ത് പ്രൈസിങ് പവർ ഉണ്ടാകുന്നു. സപ്ലൈ കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നിടത്ത് പ്രൈസ് പ്രഷർ ഉണ്ടാകുന്നു. സോ ഈ ഇക്വേഷന്റെ 2 സൈഡും പർപ്പസ്ഫുള്ളി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രീമിയം ബിസിനസ് മോഡൽ. അതെപ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമോ, യു കൺട്രോൾ യുവർ പ്രൈസ് ഫോർ എവർ. പ്രൈസ് റെസിസ്റ്റൻസ് അല്ല, പ്രൈസിങ് പവർ നമുക്ക് ലഭിക്കും. ഇതൊരു പുതിയ കോൺസെപ്റ്റ് ഒന്നുമല്ല. ഇത് നമ്മൾ എക്കണോമിക്സിൽ ഏറ്റവും ആദ്യം പഠിച്ചത് ഇതാണ്. പക്ഷേ നമ്മളിൽ എത്ര പേർ എക്കണോമിക്സിന്റെ ഈ ബേസിക് നിയമം നമ്മുടെ ബിസിനസ്സിൽ നടപ്പാക്കി എന്നുള്ളതാണ് ചോദ്യം. നമ്മളിൽ എത്ര പേർ ഇത് നടപ്പാക്കി എന്നുള്ളതാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ്. മിക്ക ബിസിനസ് ഓണേഴ്സും ഈ ഒരു 1 സൈഡ് മാത്രമാണ് എപ്പോഴും മാനേജ് ചെയ്യുന്നത്. സപ്ലൈ. അവര് ഡെലിവറി കറക്റ്റ് ആക്കും, അവര് സർവീസ് കറക്റ്റ് ആക്കും, അവര് കസ്റ്റമറുടെ അടുത്തുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യും. മിക്കവരും they don't know how to create demand for their product. സപ്ലൈ കറക്റ്റ് ആക്കുന്നത് കൊണ്ടാണ് ആവശ്യത്തിനേക്കാൾ കൂടുതൽ സ്റ്റോക്ക് എടുത്തു വെക്കും. കാരണം എന്താ, ആവശ്യക്കാർ വന്നാൽ കൊടുക്കാൻ വേണം. ഇതിനെക്കുറിച്ച് യു ആർ മോർ കൺസേൺഡ് ദാൻ ദിസ്. അതൊരു നോർമൽ ബിസിനസ്സായി മാറും. ഇത് രണ്ടും ഒരുപോലെ തന്നെ പർപ്പസ്ഫുള്ളി ഡെലിബറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് പ്രീമിയം ബിസിനസ് മോഡൽ. ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി ആളുകൾക്ക് പർച്ചേസ് ചെയ്യാൻ പോകാൻ സമയമുണ്ട്, അവർക്ക് വെയർഹൗസിൽ പോകാൻ സമയമുണ്ട്, അവർക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കാൻ സമയമുണ്ട്, അവർക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയമുണ്ട്. പക്ഷെ മാർക്കറ്റിങ്ങിനോ ഡിമാൻഡ് ക്രിയേഷനോ നേരമില്ല. ഇവർക്ക് എന്തുണ്ടാവും? എക്സസ് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടാവും, ഡിമാൻഡ് ഉണ്ടാവില്ല. But you have to create that demand. ഇത് രണ്ടും 2 ഡിഫറെന്റ് ഫോഴ്സുകളാണ് നമ്മളുടെ ബിസിനസിന്റെ. ഇത് തമ്മിലുള്ള ഗ്യാപ്പാണ്, അവിടെയാണ് ആ പ്രീമിയം പ്രൈസ് ഇരിക്കുന്നത്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഫോഴ്സസ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ആ പ്രൈസിങ്, ആ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ചാർട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇത് ഡിമാൻഡ് ആണേ. ഡിമാൻഡ് വരച്ചോ. ഡിമാൻഡ്. ഇത് ലോ ഡിമാൻഡ്, ഇത് ഹൈ ഡിമാൻഡ്. ഹിയർ ഈസ് ദ സപ്ലൈ. സപ്ലൈ എന്താണ്? ലോ ഡിമാൻഡ്.
ഡേഞ്ചർ സോൺ ഓഫ് എ ബിസിനസ് ഇതാണ് ഡേഞ്ചർ സോൺ ഓഫ് എ ബിസിനസ്. ഡേഞ്ചർ സോൺ എന്താണ്? ഡേഞ്ചർ സോണിന്റെ പ്രത്യേകത ലോ ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. ലോ ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. ഡിമാൻഡും ഇല്ല, പക്ഷെ സപ്ലൈ ഒരുപാട്, അവൈലബിലിറ്റി ഒരുപാട്. പ്രൈസ് മസ്റ്റ് ഫാൾ. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന്, നിങ്ങളുടെ സർവീസിന് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് എങ്കിൽ അതിന്റെ റീസൺ ആ ഇൻഡസ്ട്രി, നിങ്ങളുടെ കമ്പനി, നിങ്ങൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. ആൻഡ് യു ഹാവ് ടു ചേസ് എവരി ക്ലൈന്റ്. കസ്റ്റമറുടെ പുറകിന് നടക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. യു ചേസ് എവരി കസ്റ്റമർ. ഇതാണ് പ്രീമിയം സോൺ. പ്രീമിയം സോൺ. പ്രീമിയം. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഹൈ ഡിമാൻഡ് ആൻഡ് കൺസ്ട്രെയിൻഡ് സപ്ലൈ. കൺസ്ട്രെയിൻഡ് സപ്ലൈ. നിയന്ത്രണമുണ്ട് സപ്ലൈക്ക്. അവിടെ എന്ത് സംഭവിക്കും? പ്രൈസ് ഹൈ ആവും, പ്രൈസ് റൈസസ്. മാത്രമല്ല റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. ഇവിടെ പ്രൈസ് റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ പ്രൈസിങ് പവർ ഉണ്ട്. ഇവിടെ നിങ്ങൾ കസ്റ്റമറെ പുറകിന് ചേസ് ചെയ്യുന്നു, ഇവിടെ യു ചൂസ് യുവർ കസ്റ്റമർ. കസ്റ്റമറെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ദിസ് ഈസ് പ്രീമിയം സോൺ ആൻഡ് ദിസ് ഈസ് ഡേഞ്ചർ സോൺ. High demand and constrained supply. This is the rule of economics. മാർക്കറ്റ് ഉണ്ടായ കാലം മുതൽ മാറാത്തതായിട്ടുള്ള ഒരേ ഒരു നിയമം, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. എനിത്തിങ് അബണ്ടന്റ് ഈസ് ചീപ്പ്. എനിത്തിങ് അബണ്ടന്റ് ഈസ് ചീപ്പ്. എന്ത് കാര്യം അധികമായി കിട്ടുന്നുണ്ടോ അത് ചീപ്പായിരിക്കും. ദിസ് അപ്ലൈസ് ടു ഓൾമോസ്റ്റ് ഓൾ ദ പാർട്ട് ഓഫ് അവർ ലൈഫ്. എനിത്തിങ് അബണ്ടന്റ് ഈസ് ചീപ്പ്. ഇപ്പൊ തന്നെ വായു, ഓക്സിജൻ, എയർ ഈസ് ഫ്രീ. നമുക്കെല്ലാവർക്കും ശ്വസിക്കാനുള്ള വായു ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ശ്വസിക്കുന്ന വായുവിന്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയില്ല. കാരണം ദർ ഈസ് മോർ ദാൻ ഇനഫ്. ആ വായുവിന്റെ പവർ എന്ത് എന്നറിയണം എങ്കിൽ, ആ വായു എത്രത്തോളം നമ്മൾക്ക് ആവശ്യമുള്ളതാണ് എന്നറിയണം എങ്കിൽ, ന്യൂഡൽഹിയിൽ ആ തീപിടുത്തത്തിൽ മരിച്ച 21 പേരോട് ചോദിച്ചാൽ മതി. ഓക്സിജൻ, വായു, അവര് തീക്കകത്ത് വീണ് മരിച്ചതല്ല, ശ്വാസം മുട്ടി മരിച്ചതാണ്. അവർക്കറിയാം ഇപ്പോ നമ്മൾ ഈ ചീപ്പായി കാണുന്ന, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത, നേരം വെളുത്ത് എഴുന്നേറ്റപ്പോ ആദ്യം നന്ദി പോലും പറയാത്ത, ഇന്ന് വരെ നന്ദി പോലും കാണിച്ചിട്ടില്ലാത്ത ഈ എയർ, എന്തുകൊണ്ട് അതിനെ നമ്മൾ വിലമതിക്കുന്നില്ല? കാരണം ഇറ്റ് ഈസ് അബണ്ടന്റ്. ഇഷ്ടം പോലുണ്ട്. ജീവിതത്തിൽ എന്ത് കാര്യം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടോ അത് ചീപ്പായിരിക്കും. അതേസമയം ഡയമണ്ട് അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ റെയർ എർത്ത് മിനറൽസ്, വായു ഫ്രീ, പക്ഷെ ഡയമണ്ട് ഒരു ലക്ഷങ്ങൾ കൊടുക്കണം സ്വർണത്തിന്. ഓക്സിജന് ഫ്രീ, പക്ഷേ ഗോൾഡിന് 1 ലക്ഷത്തിന് മുകളിൽ ഒരു പവന്. ബിക്കോസ് ദർ ഈസ് ലെസ് ദാൻ ഇനഫ്. ആവശ്യക്കാർ കൂടുതലും സാധനം കുറവും.
അതുകൊണ്ടാണ് ഗോൾഡിന് റേറ്റ് കൂടുന്നത്. എന്ത് സംഭവിച്ചു? ആളുകൾ വാങ്ങിക്കുന്നത് നിർത്തി. ഒരു പേടി ആളുകൾക്കുണ്ടായി, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ. ഇനി ഇവര് ഈ നമ്മുടെ ലോക്കറിലിരിക്കുന്ന സ്വർണത്തെ കയറി പിടിക്കുവോ എന്ന ഭയം ഉണ്ടായി. അവിടെ എന്തുണ്ടായി? ആളുകൾ സ്വർണം വാങ്ങിക്കുന്നത് ഒറ്റയടിക്ക് നിർത്തി. അപ്പൊ എന്തുണ്ടായി? പ്രൈസ് താഴേക്ക് പോയി. സ്വർണത്തിന് അത്രയും വിലയുണ്ടെങ്കിൽ അത് കുറയാൻ പാടില്ലല്ലോ. എന്താ സംഭവിച്ചേ? ആളുകൾ വാങ്ങിക്കുന്നതിന്റെ എണ്ണം കുറഞ്ഞപ്പോ ഡിമാൻഡ് കുറഞ്ഞു, പ്രൈസും കുറഞ്ഞു. എന്താ പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിക്കൊണ്ടിരിക്കുക? എത്ര കൂടിയാലും നമുക്ക് കൂടിയേ തീരൂ. നമ്മൾ വീണ്ടും ചെന്ന് ക്യൂ നിന്ന് പെട്രോൾ അടിക്കുക. അപ്പൊ അവർക്ക് എന്ത് കിട്ടി? സിഗ്നൽ കിട്ടി. ഇപ്പോഴും താണ്ട ആളുകൾ എത്ര കൂടിയാലും മേടിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ കുറയ്ക്കുന്നേ? ഈ പറഞ്ഞ വായുവിനെ പോലെയും ഈ പറഞ്ഞ ഡയമണ്ടിനെ പോലെയും നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ എക്സ്പെർട്ടൈസിനെയും നിങ്ങളിലേക്കുള്ള ആക്സസിനെയും യു ഹാവ് ടു ട്രീറ്റ് വിത്ത് ദ സെയിം റൂൾ. നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ എക്സ്പെർട്ടൈസിനെയും നിങ്ങളിലേക്കുള്ള ആക്സസിനെയും നിങ്ങൾ കേവലം ഒരു വായു പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് അബണ്ടന്റ് ആൻഡ് പീപ്പിൾ കൺസിഡർ ഇറ്റ് ടു ബി ചീപ്പ്. അതേസമയം നിങ്ങളുടെ സമയം വളരെ നിയന്ത്രിച്ച് മാത്രമേ എല്ലാവർക്കും കൊടുക്കൂ. നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ. നിങ്ങളിലേക്കുള്ള ആക്സസ് വളരെ ലിമിറ്റഡ് ആണ് എങ്കിൽ ഇറ്റ് ഫീൽസ് സംതിങ് വാല്യുബിൾ. നിങ്ങളെ ഏത് സമയത്ത് വിളിച്ചാലും കിട്ടുമെങ്കിൽ, എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ഫോൺ എടുക്കുമെങ്കിൽ, എപ്പോൾ മെസ്സേജ് അയച്ചാലും ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ റിപ്ലൈ തരുമെങ്കിൽ, യു ഹാവ് ടോൾഡ് ദ മാർക്കറ്റ് ദാറ്റ് യു ഹാവ് മോർ ദാൻ ഇനഫ്. You have told that your supply is unlimited. നിങ്ങൾക്ക് എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും ശരി, അൺലിമിറ്റഡ് സപ്ലൈ ഈക്വൽസ് ലോ പ്രൈസ്. എത്ര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും സർവീസും ആയിക്കോട്ടെ, അൺലിമിറ്റഡ് സപ്ലൈ കമാൻഡ്സ് എ ലോ പ്രൈസ്. അതേസമയം നിങ്ങൾ ഈ ആഴ്ച അവൈലബിൾ ആകുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള ഇത്ര പേർക്ക് വേണ്ടി മാത്രമാണ്. അതും ആപ്ലിക്കേഷനിൽ കൂടി മാത്രമാണ്. ത്രൂ ആപ്ലിക്കേഷൻ ദേ ഹാവ് ടു അപ്ലൈ ആൻഡ് വെയിറ്റ്. നിങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആളുകൾ ഉണ്ടെങ്കിൽ യു ഹാവ് ടോൾഡ് ദ മാർക്കറ്റ് ദാറ്റ് യുവർ സപ്ലൈ ഈസ് കൺസ്ട്രെയിൻഡ്. നമ്മുടെ സപ്ലൈ നമ്മൾ നിയന്ത്രിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. സോ ഇത് രണ്ടും രണ്ട് ലിവറാണ്. നമ്മുടെ ബിസിനസ്സിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ പറ്റുന്ന രണ്ട് ലിവറാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ രണ്ട് ലിവറാണ്: ഒന്ന് സപ്ലൈ, രണ്ട് ഡിമാൻഡ്. ഈ രണ്ട് ലിവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ യു വിൽ ലീഡ് ദ മാർക്കറ്റ്. പക്ഷേ നിങ്ങളിൽ പലരും ഒരൊറ്റ ലിവർ മാത്രമാണ് വലിക്കുന്നത്. യു എൻഷുർ ദാറ്റ് സപ്ലൈ ഈസ് ഇനഫ്. നിങ്ങൾ ചൈനയിൽ പോയി സ്റ്റോക്ക് എടുത്ത് വെക്കും. നിങ്ങൾ അടുത്ത വർഷത്തേക്കൂടുള്ള സ്റ്റോക്ക് ഉണ്ടാക്കി വെക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇത് പൊട്ടാതിരിക്കാൻ, അതൊക്കെ നിങ്ങൾ ചെയ്യും. പക്ഷേ ഇതിന് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല. ബട്ട് ഇത് രണ്ടും വെരി 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 കണക്റ്റഡ്. ലിവർ വൺ ഡിമാൻഡ് ക്രിയേഷൻ. ഡിമാൻഡ് ക്രിയേഷൻ, it's a skill. It's a talent. It's a neuropath. നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് നമ്മൾ പോലും അറിയാതെ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ്, സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ്, ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഡിമാൻഡ് ക്രിയേഷൻ. നമ്മൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ സർവീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതാണ് ഡിമാൻഡ് ക്രിയേഷൻ. അതിലൊന്നാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. നിങ്ങളോട് എന്തിന് ഞാൻ PMP ചെയ്യാൻ പറയുന്നു? പേഴ്സണൽ മീഡിയ പ്ലാറ്റ്ഫോം. നിങ്ങളിൽ എത്ര പേർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്? ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും
സോഷ്യൽ മീഡിയ പേജസ് കാണുന്ന ആളാണ്, ശ്രദ്ധിക്കുന്ന ആളാണ്. എനിക്കറിയില്ല നിങ്ങൾ എന്തേ, നിങ്ങൾ കിങ്സ് ക്ലബിൽ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നിങ്ങളെ ഞാൻ കുറെ സ്കില്ല് കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കും. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാകണം എങ്കിൽ യു മസ്റ്റ് ലേൺ ടു ക്രിയേറ്റ് ഡിമാൻഡ്. കോണ്ടന്റ് മാർക്കറ്റിംഗ് നിങ്ങളെ ഒരു അതോറിറ്റിയായി പൊസിഷൻ ചെയ്യാൻ ഇതിനേക്കാൾ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് വേറെയില്ല. കോണ്ടന്റ് മാർക്കറ്റിംഗ്. അതിന് നമ്മൾ പല സ്ട്രാറ്റജി പഠിച്ചു. ബൈ ഇറ്റ്, ബിൽഡ് ഇറ്റ്, ബൈ ഇറ്റ് ആൻഡ് ബോറോ ഇറ്റ്. നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം, നിങ്ങൾക്ക് അത് ബൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറോ ചെയ്യാം. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, അതാണ് ബിൽഡ് ഇറ്റ്. നിങ്ങൾക്ക് ബോറോ ചെയ്യാം, അതാണ് കൊളാബ്, അല്ലെങ്കിൽ ലോക്കൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് അവരുടെ ഡേറ്റാബേസിലേക്ക് പൈസ കൊടുത്ത് നമ്മളുടെ പരസ്യത്തെ എത്തിക്കുന്നു. അല്ലെങ്കിൽ യു ക്യാൻ ബൈ ഇറ്റ്. നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സിന് പൈസ കൊടുത്തുകൊണ്ടോ, നിങ്ങൾക്ക് ഫേസ്ബുക്ക് മെറ്റയ്ക്ക് പൈസ കൊടുത്തുകൊണ്ടോ പ്രൊമോട്ട് ചെയ്യാം. ക്യാൻ ബൈ ഇറ്റ്, ബിൽഡ് ഇറ്റ്, ബോറോ ഇറ്റ് ഓർ ബൈ ഇറ്റ്. മറ്റൊന്നാണ് സോഷ്യൽ പ്രൂഫ്. ക്രിയേറ്റ് സോഷ്യൽ പ്രൂഫ്. നിങ്ങളുടെ ക്ലയൻസിന്റെ റിസൾട്ട് അത് പബ്ലിക്കലി വിസിബിൾ ആവണം, അവരെ കൊണ്ട് പറയിപ്പിക്കണം. ഇറ്റ്സ് അനദർ വേ. ക്ലയൻസ് ടെസ്റ്റിമോണിയൽ. ഈ കോണ്ടന്റ് ക്രിയേഷനും ക്ലയന്റ് ടെസ്റ്റിമോണിയലും രണ്ടും രണ്ടാണ്. ഇവിടെ ചിലരുണ്ട്, ഞാൻ കാണുന്നതാണ്, അവര് ക്ലയൻസിന്റെ ടെസ്റ്റിമോണിയൽ മാത്രം ഇടും. ഇറ്റ്സ് ജസ്റ്റ് വൺ വേ. ഇറ്റ്സ് ജസ്റ്റ് വൺ വേ ഓഫ് മാർക്കറ്റിംഗ്, ഓഫ് ഡിമാൻഡ് ക്രിയേഷൻ. അവിടെ നമ്മൾ ചെയ്യുന്നത് വി ആർ ക്രിയേറ്റിംഗ് ഡിസൈർ ത്രൂ എവിഡൻസ്. നമ്മൾ പ്രൂഫ് കൊടുക്കുകയാണ്, അതിൽ കൂടി മറ്റുള്ളവരിൽ ആഗ്രഹം ജനിപ്പിക്കുന്നു. അതാണ് സോഷ്യൽ പ്രൂഫ്. അടുത്തതാണ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എഫക്റ്റ്. ഇപ്പം കിങ്സ് ക്ലബ് എഫക്റ്റ്, ഒരു കൂട്ടം സീരിയസ് ആളുകളുടെ കൂട്ടായ്മ, കമ്മ്യൂണിറ്റി. നെക്സ്റ്റ് ഈസ് പബ്ലിക് മീഡിയ. പബ്ലിക് മീഡിയ. ഞാൻ എന്തിനാണിപ്പോ, എനിക്ക് ഈ ഒരു അടുത്തൊരു വർഷത്തേക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ കൊടുത്തിരിക്കുന്നത് 24 ന്യൂസിനും റിപ്പോർട്ടർ ചാനലിനും വേണ്ടിയിട്ടാണ്. കാരണം പബ്ലിക് മീഡിയ, ഇന്റർവ്യൂസ്, പോഡ്കാസ്റ്റ്, ആർട്ടിക്കിൾസ്, ഷോസ് that can expand your reach. പബ്ലിക് മീഡിയ. അടുത്താണ് റെഫറൽ സിസ്റ്റം. റെഫറൽ സിസ്റ്റം. നമ്മുടെ അടുത്തുള്ള ഹാപ്പി കസ്റ്റമേഴ്സ് ടേണിംഗ് എക്സിസ്റ്റിംഗ് പ്രീമിയം കസ്റ്റമർ ഇൻ ടു യുവർ മോസ്റ്റ് ക്രെഡിബിൾ ഡിമാൻഡ് ജനറേറ്റേഴ്സ്. ടേണിംഗ് യുവർ എക്സിസ്റ്റിംഗ് പ്രീമിയം ക്ലയൻസ് ഇൻ ടു യുവർ മോസ്റ്റ് ക്രെഡിബിൾ ഡിമാൻഡ് ജനറേറ്റേഴ്സ്. സോ ഡിമാൻഡ് ക്രിയേഷൻ സ്ട്രാറ്റജിക് ആയിരിക്കണം, ടാർഗറ്റഡ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. സ്ട്രാറ്റജിക്, ടാർഗറ്റഡ്, സ്പെസിഫിക് ഡിമാൻഡ് ക്രിയേഷൻ. ഇറ്റ്സ് പവർ. നിങ്ങൾക്ക് ഇതിന് സമയം കിട്ടുന്നില്ല. നിങ്ങൾക്ക് കോണ്ടന്റ് മാർക്കറ്റിങ്ങിനോ, നിങ്ങൾക്ക് ഇനി മറ്റൊന്നുണ്ടേ, അത് വിട്ടുപോയി ഞാൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിംഗ്. ഈ ഒരൊറ്റ കാര്യം, സ്പീക്കിംഗ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ, ഇറ്റ് ക്രിയേറ്റ്സ് ഡിമാൻഡ്. സോ കോണ്ടന്റ് മാർക്കറ്റിംഗ്, പബ്ലിക് സ്പീക്കിംഗ്, social proof, community, public media and referral system. All these creates demand. And you know something? I never, ever, ever stop creating demand. ഞാൻ എത്ര ബിസി ആണെങ്കിലും, ഞാനിപ്പോ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ റീൽസ് വീണിട്ടുണ്ടെന്നേ. ആൻഡ് യു നോ സംതിങ്? എൻ്റെ ഓഫീസിലെ സെയിൽസുകാരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് എൻ്റെ ഓഫീസിലെ ഡിസൈനേഴ്സിന്റെ എണ്ണം. മോഷൻ ഡിസൈനർ ഉണ്ട്, ഗ്രാഫിക് ഡിസൈനർ ഉണ്ട്, വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ട്, അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകളുണ്ട്. സെയിൽസ് ടീമിന്റെ 5 ഇരട്ടിയുണ്ട് എൻ്റെ മാർക്കറ്റിംഗ് ടീം. സെയിൽസ് ടീമിനേക്കാൾ കൂടുതലുണ്ട് എൻ്റെ ഡിമാൻഡ് ക്രിയേഷൻ ടീം. അതാണ് എൻ്റെ പ്രൊഡക്ഷൻ ടീം ആൻഡ് മാർക്കറ്റിംഗ് ടീം.
പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ടീം ഇല്ലെങ്കിൽ ഡിമാൻഡ് ക്രിയേഷനും ഇല്ല. ആ ഡിമാൻഡ് ക്രിയേഷൻ ഇല്ലെങ്കിൽ സെയിൽസ് ടീം എന്നല്ല അനിൽ ബാലചന്ദ്രനും ഇല്ല. എന്റെ സ്ഥാപനത്തിലെ ശമ്പളം കൊടുക്കുന്നതിൻ്റെ അകത്ത് 70% സാലറി പോകുന്നത് ഡിമാൻഡ് ക്രിയേറ്റേഴ്സിനാണ്. ഞാൻ എന്തും കൊടുക്കും. ഡിമാൻഡ് ക്രിയേഷൻ, വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്, ഇതിലൊന്നും ഞാൻ ഫ്രഷേഴ്സിനെ അടുപ്പിക്കില്ല. ഐ നീഡ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ബെസ്റ്റ്. ഈവൻ ഇഫ് മൈ കലണ്ടർ ഈസ് ഫുൾ, ആ കലണ്ടർ ഫുൾ ആകുന്ന സമയത്തും ഞാൻ കൂടുതൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് ശ്രദ്ധിച്ചു കേട്ടണം, നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയ സമയത്ത് എങ്ങനെങ്കിലും സെയിൽസ് കിട്ടണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊമോഷണൽ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരായി, പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ആ വീഡിയോസോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടി. ദെൻ യു എൻറ്റേർഡ് ഇൻടു ദാറ്റ് കംഫർട്ട് സോൺ. നിങ്ങൾ അവിടെയാണ് പെട്ടുപോയത്. ഒരു കാര്യം അറിയോ, ഒരിക്കൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഇനഫ് ലീഡ്സ് കാര്യങ്ങളൊക്കെ വരുന്ന കണ്ടുകൊണ്ട് ആരൊക്കെ ഇവിടെ വീഡിയോ എടുക്കുന്നതോ മാർക്കറ്റിംഗ് പരിപാടിയോ നിർത്തിയിട്ടുണ്ടോ, അവർക്ക് ഇനി തിരിച്ച് പഴയ പോലെ എത്തണമെങ്കിൽ മിനിമം 6 മാസമെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പണിയെടുക്കേണ്ടി വരും. അത് വീഡിയോ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ്, അല്ലാതെ പഴയ പോലെ ഇനി നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. മിനിമം 6 months to rebuild what you have already built. So lever 1, demand creation. Lever 2, supply constraint. Supply constraints. What is supply constraint? Ensuring that your availability is less than the desire to access you. വാങ്ങിക്കാനുള്ള ആളുകളുടെ താല്പര്യത്തെക്കാൾ അവൈലബിലിറ്റി കുറയ്ക്കുന്നു. അതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാണ് മാക്സിമം ക്ലയൻസ് നമ്പർ. ഒരു വെബിനാർ നടത്തുക. ഞാൻ എന്താ പറയുന്നത്, 1000 പേർക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റൂ. ഒരു 1 day പ്രോഗ്രാം 200 പേർക്ക് മാത്രമേ കയറാൻ പറ്റൂ. 200 പേർക്ക് മാത്രം. കിങ് മേക്കേഴ്സിലേക്ക്, കിങ്സ് ക്ലബിലുള്ളവർക്ക് വരാൻ ഒരു അവസരമാണ് മൂന്നാർ പ്രോഗ്രാം, ദ ഇൻവിസിബിൾ CEO. 5 പേർക്ക് മാത്രം. കിങ്സ് ക്ലബിൽ നിന്ന് അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ആകുന്ന 5 പേർക്ക് മാത്രം മൂന്നാറിലേക്ക് വരാം. 5 പേർക്ക് മാത്രം ആയിട്ട് ഓപ്പൺ ചെയ്യുന്നു. വാട്ട് ഈസ് ദാറ്റ്? മാക്സിമം ക്ലയന്റ് നമ്പേഴ്സ്. 5 അല്ല 50 പേര് വന്നാലേ എനിക്ക് അവരെ മൂന്നാറിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അവിടെ ലിമിറ്റ് വെച്ചിട്ടുണ്ട് 5. അതിൻ്റെ അപ്പുറത്തോട്ടില്ല. അതും മൂന്നാറിലേക്കുള്ളതോ കിങ് മേക്കേഴ്സിലേക്കുള്ളതോ പൈസ ഇട്ടിട്ട് നേരിട്ട് വരാൻ പറ്റുമെന്നല്ല പറഞ്ഞത്. അവര് അഖിലിനെ പേഴ്സണലി കണക്ട് ചെയ്തപ്പോൾ അഖിൽ അവിടെ നിന്ന് എന്താ ചെയ്തത്, ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ആരംഭിച്ചു. ആപ്ലിക്കേഷൻ ഫോം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഫിൽ ദിസ് വൺ. അല്ലാതെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പേയ്മെന്റ് ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും മൂന്നാറിലേക്ക് പോരെ. നോ. 5 പേർക്കേ പറ്റത്തുള്ളൂ. അതിൽ 5 പേര് ആരൊക്കെയെന്ന് സെലക്ട് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഫില്ലി, ഞാൻ അതിന്റെ സീക്വൻസ് അനുസരിച്ച് നാളെ നിങ്ങളെ കണക്ട് ചെയ്യാം. നമ്മളൊരു സൂം മീറ്റിംഗിലേക്ക് പോകും. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം വെദർ യു ആർ എലിജിബിൾ ഓർ നോട്ട്. അവിടെ എന്താ ഉണ്ടാക്കിയത്? വെയിറ്റ് ലിസ്റ്റ്. ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് സപ്ലൈ കൺസ്ട്രെയിൻ. Next is response standards. Are you instantly available to everyone with a message? ആരെപ്പ വിളിച്ചാലും നിങ്ങൾ കോൾ എടുക്കും, ആരെപ്പ വിളിച്ചാലും നിങ്ങൾ അവൈലബിൾ ആണ്, ആരെപ്പ മെസ്സേജ് അയച്ചാലും ഇൻസ്റ്റന്റ് റിപ്ലൈ നിങ്ങൾ കൊടുക്കും. This is not innocence. This is ignorance. You don't know the law of supply and demand.
അല്ലാതെ 24 മണിക്കൂർ അവൈലബിൾ ആവുന്നതല്ല ഏതാണ്ട് വലിയ മഹത്തരമായിട്ടുള്ള സംഭവം. സപ്ലൈ കൺസ്ട്രെയിൻ, സെലക്റ്റീവ് ഓൺ ബോർഡിംഗ്. സെലക്റ്റീവ് ഓൺ ബോർഡിംഗ്. ആരെ അകത്തേക്ക് കയറ്റണം, ആരെ അകത്തേക്ക് കയറ്റണ്ട എന്ന് തീരുമാനിക്കുന്നു. The right to choose who you work with and not just who can pay. കാശുള്ള എല്ലാരെയും സെർവ് ചെയ്യാനിരിക്കുന്നവരല്ല നമ്മൾ. ആരാണോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ്സാവുന്നത് അവർക്ക് മാത്രമുള്ളതാണ് ഇത്. അതാണ് സെലക്റ്റീവ് ഓൺ ബോർഡിംഗ്. അതുപോലെ തന്നെയാണ് ടൈം ബൗണ്ടറീസ്. ടൈം ബൗണ്ടറി, ഇതാണ് സമയം. ഈ സമയത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഈ സമയത്ത് ഈ സ്പെസിഫിക് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആക്സസ് ടൈം, അങ്ങനെ സ്പെസിഫിക് ആയി സ്ട്രക്ചേർഡ് ആയി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇത്ര സമയമാണ്, അല്ലെങ്കിൽ ഈ ദിവസം മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തിന് വേണ്ടി, ആ സമയത്തിന് വേണ്ടി അവർ പ്രിപ്പയർഡ് ആവും. അതല്ലാതെ 24 മണിക്കൂർ നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ പ്രീമിയം ഓൺലി അവൈലബിലിറ്റിയിലേക്ക് മാറ്റണം. ഈവൻ യുവർ പേഴ്സണൽ ടൈം ആക്സസിബിലിറ്റി പോലും അങ്ങനെയാക്കി മാറ്റണം. ഞാൻ ഈ ഡിമാൻഡ് ഒരു സൈഡിൽ കൂട്ടുന്നതിനോടൊപ്പം തന്നെ സപ്ലൈ കുറച്ച് എങ്ങനെയാണെന്നറിയോ? എന്നെ സംബന്ധിച്ച് ഞാൻ സ്റ്റാഫ് ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഇന്നും ഇവിടെ ഈ സ്ക്രീനിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് ഓൺലൈനായിട്ട് ഒരു ദിവസം 2 or 3 സ്റ്റാഫ് ട്രെയിനിങ് നടത്താൻ പറ്റും. ഒരു 3 hour സെഷൻ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 2 സെഷൻസ് വെച്ചിട്ട് നടത്താൻ പറ്റും. ഡിമാൻഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഈ പ്രൈസിംഗ് പവർ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. പ്രൈസിംഗ് പവർ ഈക്വൽസ് ഡിമാൻഡ് ക്രിയേഷൻ മൾട്ടിപ്ലൈഡ് ബൈ സപ്ലൈ കൺസ്ട്രെയിൻ. ഇതിലേതെങ്കിലും ഒരെണ്ണം 0 ആയാൽ പ്രൈസിംഗ് പവർ വിൽ ബിക്കം 0. നിങ്ങളിൽ പലരുടെയും പ്രശ്നം ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആക്കി വെക്കുന്നു, ഇഷ്ടം പോലെ അവൈലബിലിറ്റി, ബട്ട് ഡിമാൻഡ് ക്രിയേഷൻ 0. ഒരു സപ്ലൈ കൺസ്ട്രെയിനും വെക്കുന്നില്ല, 0. നൗ യു ഡോണ്ട് ഹാവ് എനി പ്രൈസിംഗ് പവർ. നിങ്ങൾ ഈ സപ്ലൈ അൺലിമിറ്റഡ് ആയി വെച്ചുകൊണ്ട് നിങ്ങൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, ഓക്കെ, ഇഷ്ടം പോലെ എൻക്വയറി, ഇഷ്ടം പോലെ സപ്ലൈ. അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? യു ഗെറ്റ് ബിസിയർ നോട്ട് റിച്ചർ. കാശുകാരനാവത്തില്ല, ഒരുപാട് ബിസി ഉള്ള ആളായിട്ട് മാറും. കാരണം എന്താ? ഇഷ്ടം പോലെ സപ്ലൈ ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസിംഗ് പവർ ഇല്ല, പക്ഷെ ഡിമാൻഡ് ഉണ്ട്. ഭയങ്കര തിരക്ക്, നിങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അതാണ് വോളിയം ബിസിനസ്. കാരണം മാർജിൻ സ്റ്റേസ് ലോ. ഇനി ചിലരുണ്ട് സപ്ലൈ കൺസ്ട്രെയിൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് ഇവരെന്ത് ചെയ്യും? ഇന്ന് തൊട്ട് ഞാൻ ഫോൺ എടുക്കത്തില്ല, ഇന്ന് തൊട്ട് ഞാൻ ശനിയാഴ്ച മാത്രമേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ. ചോദ്യം ഇതാ, ആരെങ്കിലും ഉണ്ടോ നിന്നെ കാണാൻ? എടാ, ഇതൊക്കെ ഉള്ളവന്റെ ആണ് ഇത് കൺസ്ട്രെയിൻ വെക്കണമെന്ന് പറഞ്ഞ്. ഇല്ല, പട്ടിണി കിടന്ന് ചത്തുവോ? ഞാൻ ഉള്ള കാര്യം പറയാം. ഇതുള്ളവനാണ് സപ്ലൈ കുറയ്ക്കാൻ പറഞ്ഞത്. ഇത് രണ്ടും ഒരുപോലെ നടക്കേണ്ട കാര്യമാണ്. കാരണം കലണ്ടർ എം ടി ആയി കിടക്കുന്നത് ഇറ്റ്സ് നോട്ട് സ്കേഴ്സിറ്റി, ഇറ്റ്സ് ജസ്റ്റ് എം ടി. പട്ടിണിയാ, അത് മനസ്സിലാക്കുക. സോ ബോത്ത് ലിവേഴ്സ് യു ഹാവ് ടു പുൾ സൈമൾട്ടേനിയസ്ലി ആൻഡ് പെർമനന്റ്ലി, ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ ബിസിനസ് എക്കണോമിക്സ് ഫോർമുല. ഇതിൽ ഏതെങ്കിലും ഒരു ലിവർ അല്ല ആ മാജിക് ലിവർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുപോലെ പുള്ള് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ഗ്യാപ്പാണ് യുവർ പ്രൈസിംഗ് പവർ. ആ ഗ്യാപ്പ് ഒരിക്കലും ആക്സിഡന്റൽ അല്ല, എങ്ങനെയോ വന്ന് പെട്ടതല്ല. ദാറ്റ് ഈസ് പ്യുവർ എഞ്ചിനീയറിംഗ്, പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തെടുത്താണ്. ഡെസ്പറേറ്റ് ആയിട്ട് നമ്മൾ പർപ്പസ്ഫുള്ളി അതിന് പിന്നിലിറങ്ങി തിരിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഡിമാൻഡും ആൻഡ് സപ്ലൈ കൺസ്ട്രെയിനും. Are you with me? So welcome to the bicycle principle. Bicycle principle, very important.
ബൈസൈക്കിൾ പ്രിൻസിപ്പിൾ. നമുക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. ഓക്കെ, അതായത് ബിസിനസ് ചെയ്യാൻ അറിയാം. നമ്മൾ ഈ സൈക്കിളിലോട്ട് കയറും. ഓക്കെ, സൈക്കിള് ഇപ്പം സ്റ്റാറ്റിക് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റാൻഡ് തട്ടുന്നു, സൈക്കിളിലോട്ട് കയറിയിരിക്കുന്നു. ഓക്കെ, കയറിക്ക് സൈക്കിളെ കയറിയിരുന്നേ, ഇരുന്നു. ഓക്കെ, ഇരുന്നു പിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചവിട്ടണം അല്ലേ? ചവിട്ടിക്ക്. സൈക്കിൾ നീങ്ങണമെങ്കിൽ എന്ത് വേണം? ഫുൾ എനർജി എടുത്ത് നമ്മൾ ചവിട്ടണം. റൈറ്റ്? ഓരോ തവണ ഈ പെഡല് ചവിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നൊക്കെ ചവിട്ടേണ്ടി വരും. കറക്റ്റ്? ആദ്യത്തെ ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സ് നമ്മൾ ഫുൾ സ്ട്രെങ്ത് എടുത്ത് നമ്മൾ ചവിട്ടണം. ഈ സമയത്ത് തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് പോവുകയും വേണം. ഇപ്പോ വീല് പതുക്കെ ഉരുണ്ട് തുടങ്ങി. നൗ ബാലൻസിങ് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് വരും. ബട്ട് ദെൻ മൊമെന്റം ബിൽഡ്സ്. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു 100 മീറ്റർ 200 മീറ്റർ കഴിയുമ്പോഴത്തേന് ഇനി അത്രയും പ്രഷർ എടുക്കണ്ട ചവിട്ടാൻ. കാരണം എന്താ? ഇനി ജസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി ആ സ്പീഡ്. ആദ്യം ചവിട്ടി അത്ര എനർജി വേണോ ഇനി ഈ സൈക്കിൾ മുന്നോട്ട് പോകാൻ? വേണോ? വേണ്ട. ബാലൻസ് ചെയ്യാനും അത്രയും ബുദ്ധിമുട്ടില്ല, അത്രയും എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ വീല് ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മുടെ കാല് ചെറുതായിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. ആൻഡ് ദാറ്റ് നൗ ഫിസിക്സ് ഈസ് വർക്കിംഗ് ഫോർ യു. നമുക്ക് വേണ്ടി ഫിസിക്സ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ജസ്റ്റ് പിടിച്ചു കൊടുത്തിരുന്നാൽ മതി, ജസ്റ്റ് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരുന്നാൽ മതി. ദ സെയിം എഫേർട്ട്, ആ ബൈസൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സെയിം എഫേർട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ ഡിമാൻഡ് ക്രിയേഷനിൽ ആദ്യം വേണ്ടത്. ഈ ഡിമാൻഡ് ക്രിയേഷൻ തുടങ്ങുന്ന സമയത്ത് ഈ സപ്ലൈ എന്ന് പറയുന്ന സാധനം ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ഒന്ന് ഫുൾ എനർജി എടുക്കേണ്ടതായിട്ട് വരും. സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ സമയത്ത് ഈ സൈക്കിൾ ചവിട്ടി നീക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാർഡ്, ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ആ സമയം വളരെ സ്ലോ ആയിരിക്കും നമ്മൾ. അപ്പം ഹാർഡ് ആയിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും, സ്ലോ ആയിരിക്കും. അപ്പം നിങ്ങൾ ആദ്യം ഇടുന്ന കോണ്ടന്റ് ഇത് മില്യൺസ് ഓഫ് വ്യൂസിലേക്ക് എത്തണം എന്ന് നിർബന്ധം പിടിക്കരുത്. കാരണം ആദ്യത്തെ ഒരു തവണ സൈക്കിൾ ചവിട്ടുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് 1 കിലോമീറ്റർ അപ്പുറം എത്താൻ പറ്റില്ല. 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങത്തേ ഉള്ളൂ. നിങ്ങൾ ഇടുന്ന ഒരു മെസ്സേജിന്, നിങ്ങൾ ഇടുന്ന ഒരു കാര്യത്തിന്, നിങ്ങൾ ഇടുന്ന ഒരു സോഷ്യൽ ഇവന്റിലെ നിങ്ങളുടെ ഒരു സ്പീച്ചിന് വലിയ എൻകറേജ്മെന്റ് കിട്ടിയെന്ന് വരില്ല. കാരണം ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സർക്കിൾ യു ആർ ഡൂയിങ് വിത്ത് ദാറ്റ് ബൈസൈക്കിൾ. ബട്ട് മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. ബട്ട് മിനിമം വിസിബിൾ റിസൾട്ട്. മാക്സിമം എഫേർട്ട് എടുത്തു, പക്ഷെ വലിയ റിസൾട്ട് ഒന്നും കാണുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ഡിസ്കറേജിങ്. അങ്ങനെയായിരുന്നെങ്കിൽ ആ രണ്ടാമത്തെ റൗണ്ട് ചവിട്ടിയപ്പോഴത്തേന് നമ്മൾ ആ സൈക്കിൾ ഔട്ട് ഇട്ടിട്ട് ഇതൊന്നും നടക്കത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ പോയേനെ. ബട്ട് വൺസ് ഇതൊരു 200 മീറ്റർ സൈക്കിൾ മുന്നോട്ട് നീങ്ങി ആ മൊമെന്റം, ആ കാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നൗ ഇറ്റ് ബിക്കംസ് ഈസി, ചീപ്പ് ആൻഡ് ഫാസ്റ്റ്. Then it becomes easy, cheap and fast. അവിടെ പിന്നെ നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ, പിന്നെ നമ്മളുടെ ഒരു ഇന്റർവ്യൂ ഇട്ടാൽ, പിന്നെ നമ്മളുടെ ഒരു വീഡിയോ ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു മൊമെന്റം, എൻ്റെ ഒരു വീഡിയോ ഇട്ടാൽ ഏറ്റവും കുറഞ്ഞ 3000 വ്യൂസ് അതിനുണ്ടാവും. ഉറപ്പാ, ഞാൻ അത് നോക്കുകയേ വേണ്ട. ഓർഗാനിക് ആയിട്ട് 3000 വ്യൂസ് അതിനുണ്ടാവും. ഒരു റീൽസ് ഇട്ടാൽ ഏറ്റവും കുറഞ്ഞ ഒരു 12,000 വ്യൂസ് അതിനുണ്ടാവും. ഒരു സ്ലൈഡ്, ഒരു പോസ്റ്റർ ഇട്ടാൽ ഏറ്റവും കുറഞ്ഞത് 16,000 റീച്ച് ഉണ്ടാവും. കാരണം അതാ മൊമെന്റം പിടിച്ചു കഴിഞ്ഞു. ആ മൊമെന്റത്തിൽ പോകുമ്പോൾ ഇപ്പം നമ്മുടെ സൈക്കിള് നമ്മൾ ഇങ്ങനെ ഇത്തിരി പാടുവിട്ട് ചവിട്ടി നമ്മൾ ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞു. റൈറ്റ്? ഇപ്പം ആ ഒരു കയറ്റമെത്തി, ആ കയറ്റത്തിൽ നമ്മൾ ചവിട്ടി കയറ്റി കഴിയുമ്പോൾ ഇപ്പൊ ഇറക്കമാണ്. ഇപ്പൊ നമുക്ക് ഇത്തിരി ഡിമാൻഡ് ഉണ്ട്. ഈ ഡിമാൻഡ് ഉള്ളപ്പോൾ എന്താ ചെയ്യേണ്ടത്? മറ്റേ തുടക്കം ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്തിരി സ്ലോ ആയിരുന്നു അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു അല്ലേ. എന്ത് വേണം? ആ ഇറക്കത്തിൽ നമ്മൾ മൊമെന്റം കൂട്ടണം, സ്പീഡ് കൂട്ടണം. അങ്ങനല്ലേ നമ്മൾ സൈക്കിൾ ചവിട്ടിയിരുന്നത്? കയറ്റത്തിൽ പതുക്കെ ചവിട്ടി ആ സമയം കൂടെ നമ്മൾ ലാഭിച്ചത് എവിടെയാണ്? ഇറക്കത്തിൽ. എന്ന് പറയുന്ന പോലെ ഇത് ബിൽഡ് ചെയ്തെടുക്കുന്ന സമയത്തുണ്ടായ കുറെ ബുദ്ധിമുട്ടുണ്ട്, കുറെ ചെലവുണ്ട്, കുറെ എഫേർട്ട് ഉണ്ട്. ഇതെല്ലാം സ്മൂത്ത് ആകുന്ന എപ്പോഴാ? ഇറക്കത്തിൽ. ഇവിടെ ചിലരുടെ പ്രശ്നം എന്താണെന്നറിയോ? ചവിട്ടി മേളിൽ കയറ്റും കഷ്ടപ്പെട്ട്, കുറച്ച് റീച്ച് ഒക്കെ ആയി, കുറച്ച് കസ്റ്റമർ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഇറക്കം തുടങ്ങി. ജസ്റ്റ് ആ മൊമെന്റം കീപ്പ് ചെയ്താൽ മാത്രം മതി. ആഴ്ചയിലെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ മതി. ഇവർ ചെയ്യത്തില്ല.
ഇവരെന്ത് ചെയ്യും? ആ ഇറക്കം എത്തിയപ്പോഴത്തേന് സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉരുട്ടിക്കൊണ്ട് കിടക്കും. അവരോടൊക്കെ ഞാൻ എത്ര പറഞ്ഞാലും അവർ വീഡിയോ ചെയ്യത്തില്ല. മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓണേഴ്സ് വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ്. അവർ 3 ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഫേസ് 1, ഫേസ് 2 ആൻഡ് ഫേസ് 3. ഫേസ് 1, ഫേസ് 2 ആൻഡ് ഫേസ് 3. ഒന്നാമത്തെ ഫേസ്, ഇവർക്ക് ലോ ഡിമാൻഡ്, ഒരു പണിയില്ല, ആരും വിളിക്കുന്നില്ല, ആർക്കും ഇവരെ അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് നോക്കണമെന്ന് അറിയത്തില്ല, ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല, എല്ലായിടത്തുനിന്നും പുച്ഛം, നാണക്കേട്. അവർക്ക് തന്നെ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നും. കാരണം ഡിമാൻഡ് ഇല്ല. ആ സമയത്ത് അവര് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് അവരുടെ ബ്രെയിൻ വർക്കൗട്ട് ചെയ്യും. കാരണം ഇനിയും നാണം കെടാൻ വയ്യ, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇനി ആരും പറയരുത്, എനിക്കിത് എങ്ങനെങ്കിലും ചെയ്തേ പറ്റൂ. ആ മൊമെന്റത്തിന് വേണ്ടിയിട്ട് ഇവർ എഴുന്നേറ്റ് നിന്ന് ചവിട്ടാൻ തുടങ്ങും. അങ്ങനെ ഇവർക്ക് എന്തെങ്കിലും, ചിലപ്പോൾ ഒരു വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ ഒരു പോസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു റെഫറൽ ആയിരിക്കും, ചിലപ്പോൾ ഇവര് ഇറക്കിയ ഒരു വിസിറ്റിംഗ് കാർഡ് ഇട്ടതായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രോഷർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, എന്തെങ്കിലും ഒരു സാധനം ഹിറ്റ് ആവും. അപ്പം ആ ലോ ഡിമാൻഡ് ആണ് ഫേസ് 1. ആ ഫേസ് 1-ൽ ഇവർ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ഇവരുടെ കലണ്ടർ ഫില്ലാകാൻ തുടങ്ങും. അങ്ങനെ ഫില്ലാകുന്ന സമയത്ത് ഇവര് ഫേസ് 2-ലേക്ക് എത്തും, ഹൈ ഡിമാൻഡ്. ഇപ്പൊ എന്തായി? ആ സൈക്കിൾ അത്യാവശ്യം സ്പീഡിൽ ഓടാൻ തുടങ്ങി. നൗ ഇവര് സൈക്കിളിൽ നിന്ന് ഇറങ്ങും. ഇപ്പൊ അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത്, എപ്പോഴാ എനിക്ക് ഇതിന് നേരം? എനിക്ക് സമയം കിട്ടണ്ടേ? ഇവർക്ക് ഇപ്പൊ ഇതിന് നേരമില്ല. സോ ഇനി എന്തെങ്കിലും സെയിൽസ് കുറയുമ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് തുടങ്ങാം. എന്നിട്ട് ഇവര് മുഴുവൻ സമയവും എക്സിസ്റ്റിംഗ് കസ്റ്റമറെ എങ്ങനെങ്കിലും ഒക്കെ ഊറ്റിപ്പിഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഒരു കംഫർട്ട് സോണിലേക്ക് അവർ കയറും. കാരണം അത്യാവശ്യം അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, അത്യാവശ്യം പേരും പെരുമയൊക്കെ കിട്ടി. ഇനിയിപ്പോ ആരെ കാണിക്കാൻ? അപ്പോഴാണ് മൂന്നാമത്തെ ഫേസിലേക്ക് കയറുന്നത്, ഡിമാൻഡ് കൊളാപ്സ്. ഡിമാൻഡ് കൊളാപ്സ് 3G. എക്സിസ്റ്റിംഗ് കസ്റ്റമർ അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, അവർ വന്ന കാര്യം നേടിക്കഴിഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് കലണ്ടർ എം ടി ആണല്ലോ എന്ന്. കാരണം പുതിയ ഡിമാൻഡ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നൗ ബിസിനസ് ഓണർ ഹാസ് ടു റീസ്റ്റാർട്ട് ഫ്രം 0. ഇപ്പം എന്തായി? മറ്റേത് ഇങ്ങനെ ചവിട്ടി ആ കയറ്റം കയറി, ആ കയറ്റത്തിൽ ഇവർ കഷ്ടപ്പെട്ട് കയറി ഇവിടെ ഇങ്ങോട്ട് എത്തി, ഒന്ന് സ്മൂത്ത് ആയ സമയത്ത് ഇവര് സൈക്കിളിൽ നിന്ന് അങ്ങ് ഇറങ്ങി. സൈക്കിൾ അവിടെ വെച്ചിട്ട് ഇവർ നടന്നു പോകാൻ തുടങ്ങി. കാരണം എന്താ? ഇപ്പൊ കംഫർട്ടബിൾ ആയി. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്, ഇനി ഇവിടെ എത്തി, ഇനി ഇങ്ങനെ കയറുകയാണ്, ഫേസ് 3, അടുത്ത കയറ്റമാ. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്, അയ്യോ സൈക്കിൾ അവിടെ ഇരിക്കുക, ഇനി ഇത്രയും വലിഞ്ഞു കയറണമെങ്കിൽ നടന്ന് കയറ്റം നടക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഓടിപ്പോയി സൈക്കിൾ എടുക്കും. സൈക്കിൾ എടുത്തിട്ട് ഇവിടുന്നാ തുടങ്ങുന്നത്. ഇനി എന്തുവാ? ഇതിനേക്കാൾ വലിയ കയറ്റമാണിത്. ഇത് കയറാൻ 3 മാസമാണ് സമയം എടുത്തെങ്കിൽ ഇനി നീ ഒരു കയറ്റം കയറാൻ 6 മാസം സമയം എടുക്കും. ആ സമയം കൊണ്ടുണ്ടല്ലോ കംപ്ലീറ്റ്ലി കൊളാപ്സ് ഉണ്ടാവും. കാരണം യു മസ്റ്റ് റീസ്റ്റാർട്ട് ഫ്രം 0. മാക്സിമം എഫേർട്ട് ഇടേണ്ടി വരും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രീമിയം ബിസിനസ് പാറ്റേൺ. അവിടെയും 3 ഫേസ് ആണുള്ളത്. ആ പ്രീമിയം ബിസിനസ് പാറ്റേണിലും ഫേസ് 1, ഫേസ് 2 ആൻഡ് ഫേസ് 3. ആ പ്രീമിയം ബിസിനസ് അവരും ഫേസ് 1-ൽ ദേ ബിൽഡ് ഡിമാൻഡ്. അവരും പല കാര്യങ്ങൾ ചെയ്ത് ഡിമാൻഡ് ഉണ്ടാക്കും. അവർ ആ കയറ്റത്തിൽ എഴുന്നേറ്റ് നിന്നൊക്കെ അവർ വിയർത്തൊഴുകയാണെങ്കിൽ ശരി, അവർ ആ സൈക്കിൾ ചവിട്ടും. ആൻഡ് ദേ ഡ്രൈവ് ഇൻ ഡിമാൻഡ് കണ്ടിന്യൂസ്ലി. കലണ്ടർ ഫില്ലാക്കും. അതാണ് ഫേസ് 1. ഫേസ് 2-ൽ എത്തുമ്പോൾ ദേ ആർ ഇൻ ഡിമാൻഡ്. നൗ ദേ ആർ ഇൻ ഡിമാൻഡ്. അവരെന്ത് ചെയ്യും? ആ ഇറക്കത്തിലെത്തി, ഇറക്കത്തിലും അവർ എഴുന്നേറ്റ് നിന്ന് ചവിട്ടുക. അപ്പൊ എന്തായി? ഭയങ്കര സ്പീഡ്. ഇപ്പൊ എന്തായി? ഡബിളായിട്ട് വർക്ക് ഔട്ട് ആവുന്നു. ഭയങ്കര പെട്ടെന്ന് ഓരോ സ്ഥലത്തെത്തുന്നു, പെട്ടെന്ന് ഓരോ നേട്ടങ്ങൾ കൊയ്യുന്നു.
ഇപ്പൊ എന്തായി? അവരുടെ കലണ്ടർ കൂടുതൽ കൂടുതൽ ഫില്ലാകുന്നു. ഇപ്പൊ എന്ത് ചെയ്തു അവര്? അവർക്ക് എല്ലാരെയും സെർവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെന്ത് ചെയ്തു? പ്രൈസ് കൂട്ടി. കാരണം ഇഷ്ടം പോലെ ആള് ക്യൂ നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ കൊടുക്കാൻ സാധനമില്ല, അല്ലെ സമയമില്ല. ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എ വെയിറ്റിംഗ് ലിസ്റ്റ്. ഫേസ് 3-യിൽ ഈ എക്സസ് ഡിമാൻഡിനെ അവരെന്താക്കി മാറ്റുന്നു? പ്രീമിയം പൊസിഷനിങ്. ആദ്യത്തെ ടീം ഡിമാൻഡ് കൊളാപ്സ് ആയി, ഇവര് പ്രീമിയം പൊസിഷനിങ് ആക്കി മാറ്റുന്നു. വില കൂട്ടുന്നു, കലണ്ടർ വീണ്ടും ഫില്ലാക്കുന്നു, വെയിറ്റിംഗ് ലിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നു, ആൻഡ് ദേ നെവർ സ്റ്റോപ്പ് ക്രിയേറ്റിംഗ് ഡിമാൻഡ്. ആൻഡ് ദ റിസൾട്ട് പെർമനന്റ് പ്രീമിയം പൊസിഷനിങ്. തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേണം അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ആളി കത്തിപ്പിക്കാൻ. അല്ലാതെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു, അത് കെട്ടുപോയി, കെട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് ഒരു കാര്യമില്ലെന്നേ. സംഭവം പെട്രോളാ, പക്ഷെ തീ കെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് കാര്യമില്ല. ആ തീ കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അകത്തോട്ട് പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ചു കഴിഞ്ഞാൽ ആളിക്കത്തും. അത് തവിഞ്ഞതിന് ശേഷമല്ല. സോ വെൻ യു ആർ ഹോട്ട്, ഡോണ്ട് തിങ്ക് ദാറ്റ് യു വിൽ ബി ഹോട്ട് ഫോർ എവർ. നിങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളപ്പം തെറ്റിദ്ധരിക്കരുത് എന്നും ആളുകൾ ഇതുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വന്നോളും എന്ന്. നോ, that is the exact time where you have to double the momentum. എഴുതിക്കോ, every moment of momentum is an investment opportunity. Every moment of momentum is an investment opportunity. Every moment of momentum is an investment opportunity. നിങ്ങൾക്ക് ആ മൊമെന്റം കിട്ടി, നിങ്ങളിപ്പം ആ ഇറക്കത്തിൽ സൈക്കിളിൽ ഇങ്ങനെ സ്മൂത്തായി. That is the best time to invest more. ഞാൻ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് വീണ്ടും 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 ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും ഞാൻ ഇറക്കും. കാരണം ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മൊമെന്റം. ആ മൊമെന്റത്തിൽ വേണം ആ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഓരോ തവണയും ഞാൻ ഒരു വസ്തുവിലോ സ്വർണത്തിലോ മറ്റെന്തെങ്കിലും ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കും, ഇതെനിക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തിച്ചത് എൻ്റെ ബിസിനസ്സുകളാണ്. അപ്പോ ഞാൻ 5 കോടി രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും കുറഞ്ഞത് 5-1 1 കോടി രൂപയെങ്കിലും എൻ്റെ ആ മൊമെന്റത്തെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. വിച്ച് മീൻസ് നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മൊമെന്റം കീപ്പ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ 25,000 രൂപ നിങ്ങൾ മാർക്കറ്റിങ്ങിൽ സ്പെൻഡ് ചെയ്യണം. എങ്കിൽ അത് അടുത്ത മാസം 1.5 ലക്ഷമായിട്ട് കൂടും. അപ്പോ ഈ 25 എന്നുള്ളത് നിങ്ങൾ 50 ആക്കണം. അപ്പോ ആ 1.5 എന്നുള്ളത് 2 ആവും. അപ്പോ ഈ 50 എന്നുള്ളത് 1 ആക്കണം. അപ്പോ 2 എന്നുള്ളത് 5 ആകും. അപ്പോ 1 എന്നുള്ളത് 3 ആക്കണം. This is what I did when I was a complete broke. ഒരു അബ്സല്യൂട്ട് ബ്രോക്കായി നിന്ന സമയത്ത് പോലും ഞാൻ ചെയ്തത് ഇതാണ്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അതല്ലാതെ കാശൊക്കെ ഉള്ളവന് കാണിക്കുന്ന എക്സ്പെൻസ് വരുത്താൻ വേണ്ടി കാണിക്കുന്നത് അല്ലെന്നേ ബ്രാൻഡിങ്. ദാറ്റ് ഈസ് ദ റിയൽ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ദിസ് ഈസ് ദ റീസൺ എവറി മൊമെന്റ് ഓഫ് മൊമെന്റം ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. So investing in marketing is not a waste of money. Any PR is a good PR. Any PR is a good PR. നിങ്ങൾ നല്ല ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നിർത്തിക്കഴിഞ്ഞോണ്ടല്ലോ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും 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 വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും to stop creating that momentum. So ഇവിടെ ആരൊക്കെ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ടോ അവരാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ആ ചവിട്ടി തുടങ്ങി ആ കയറ്റത്ത് നമ്മളിങ്ങനെ കയറുകയാണല്ലോ. ഈ കയറ്റത്തിൽ എത്ര സ്ലോ ആകുന്നു എന്നുള്ളതല്ല മിസ്റ്റേക്ക്, ഈ ഇറക്കത്തിലേക്ക് വരുമ്പോൾ നിർത്തുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇവിടെ വരുമ്പോ ചവിട്ടാതിരിക്കുകയോ, ഇവിടെ വരുമ്പോ സ്പീഡ് കൂട്ടാതിരിക്കുകയോ, ഇവിടെ വരുമ്പോ പെട്രോൾ ഒഴിച്ച് അത് ആളി കത്തിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇവിടെ എത്ര സ്ലോ ആയിക്കോട്ടെ കുഴപ്പമില്ല,
ബട്ട് ഈ മിസ്റ്റേക്ക് അത് വരുത്തരുത്. ഇവിടെ ഇപ്പം ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് അത്യാവശ്യം ഡിമാൻഡൊക്കെ ഉള്ളതാണ്, എനിക്ക് അത്യാവശ്യം ഞാൻ എന്നെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ബിസിനസ് പ്രീമിയം ആണ് എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. നമ്മളുടെ ബിസിനസ്സിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് വെയിറ്റിംഗ് ലിസ്റ്റോ നമ്പർ ഓഫ് കസ്റ്റമറെ വെച്ചിട്ടോ റവന്യൂ വെച്ചിട്ടോ പ്രോഫിറ്റ് വെച്ചിട്ടോ അല്ല. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ 2 ലിവർ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം? നിങ്ങളുടെ ബിസിനസ്സിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയുടെ 20-40% കപ്പാസിറ്റിയിലേക്ക് മാത്രമേ ഇന്ന് എത്തിയിട്ടുള്ളൂ എങ്കിൽ യു ഹാവ് എ ഡിമാൻഡ് പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു മാസത്തിൽ 100 കസ്റ്റമറെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. പക്ഷെ ഇപ്പോ 20-40% സെർവ് ചെയ്യുന്നുള്ളൂ, 20 തൊട്ട് 40 പേര് വരെ. യു ഹാവ് എ ഡിമാൻഡ് പ്രോബ്ലം ആൻഡ് ദ സൊല്യൂഷൻ ഈസ് ക്രിയേറ്റ് മോർ ഡിമാൻഡ്. പ്രൈസ് കുറയ്ക്കുക എന്നുള്ളതല്ല, ക്രിയേറ്റ് മോർ ഡിമാൻഡ്. നിങ്ങളുടെ കപ്പാസിറ്റിയുടെ 40-60% ആണ് ഇന്ന് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ യു ആർ ഇൻ എ ഹെൽത്തി ഗ്രോത്ത് സ്റ്റേജ്. ഇറ്റ്സ് എ ഗുഡ് തിങ്, ഹെൽത്തി ഗ്രോത്ത് സ്റ്റേജ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. ഒരു ഗ്രോത്ത് കാണിച്ചു തുടങ്ങി, ആ ആദ്യത്തെ അത് കഴിഞ്ഞു. സൊല്യൂഷൻ ഇപ്പൊ അവിടെ കത്തി തുടങ്ങി. പെട്രോൾ കൂടുതൽ ഒഴിച്ച് ആളി കത്തിക്കുക. കണ്ടിന്യൂ ഡിമാൻഡ് ക്രിയേഷൻ. പ്രൈസ് റെസിസ്റ്റൻസ് ഒക്കെ കൃത്യമായി നോക്കി കൃത്യമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ കപ്പാസിറ്റിയുടെ 60-80% ഇന്ന് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ യു ആർ ബിൽഡിംഗ് ദാറ്റ് മൊമെന്റം. യെസ്, നൗ നിങ്ങൾ ആ ഇറക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നൗ യു ഹാവ് ടു ആക്സിലറേറ്റ് ദ ഡിമാൻഡ് ക്രിയേഷൻ. സ്പീഡ് കൂട്ടിക്കോണം. ഇറക്കത്തിലെത്തി. മറ്റേത് നമ്മൾ മുകളിലെത്തി, ഇത് ഇറക്കത്തിലെത്തി. ചാവട്ടി കയറ്റിക്കോണം, സ്പീഡിൽ ചവിട്ടി കിട്ടോണം. ആൻഡ് ഇതാണ് നിങ്ങളുടെ കപ്പാസിറ്റിയുടെ 60-80% എത്തിയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ടൈം ഫോർ യു ടു ഇൻക്രീസ് യുവർ പ്രൈസ്. അപ്പോഴാണ് വില കൂട്ടേണ്ടത്. ഇവിടെ അല്ല കേട്ടോ. ഇവിടെ ഡിമാൻഡാണ് കൂട്ടേണ്ടത്, ഇവിടെ വില കൂട്ടണം. യുവർ ഫസ്റ്റ് ഇൻക്രീസ് ഇൻ പ്രൈസ്. കാരണം 60-80% കപ്പാസിറ്റിയിലെത്തി. ആൻഡ് നെക്സ്റ്റ് 80-100% കപ്പാസിറ്റി അവിടെ എത്തി. നൗ യു ഹാവ് ടു ഡബിൾ യുവർ പ്രൈസ്. ഇരട്ടിപ്പിക്കണം. ഡബിൾ യുവർ പ്രൈസ്. കാരണം ഡിമാൻഡ് എക്സീഡ്സ് സപ്ലൈ. മിനിമം 50% പ്രൈസ് കൂട്ടണം. മിനിമം 50%. Nothing is going to happen. Raise your price significantly. ഇനി ഇത് 100+ എത്തി. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് മുകളിൽ ഡിമാൻഡാണ്. ട്രിപ്പിൾ ഓർ മേക്ക് യുവർ പ്രൈസ് 5 times, 10 times. വെയിറ്റിംഗ് ലിസ്റ്റ് ഇടുക. അപ്ഫ്രണ്ട് പേയ്മെന്റുകൾ മേടിക്കുക. 6 മാസം കഴിഞ്ഞുള്ള സർവീസിന് ഇപ്പോഴേ ബുക്ക് ചെയ്യിപ്പിക്കുക. കാരണം 100% കപ്പാസിറ്റി കഴിഞ്ഞു. ദിസ് ഈസ് ഡിമാൻഡ്. ദിസ് ഈസ് ദ ലോ. ദിസ് ഈസ് എക്കണോമിക്സ്. ദിസ് ഈസ് ബിസിനസ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് അറ്റ് വാട്ട് കപ്പാസിറ്റി യു ആർ ഓപ്പറേറ്റിംഗ് നൗ. ഒരുപാട് സന്തോഷം. ഒരുപാട് നടപ്പാക്കാനുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ശരി, ഇവിടൊക്കെ തന്നെ കാണണം. Thank you. Take care. Bye. I love you all.